യെസ് മക്കളെ, ഗുഡ് ആഫ്റ്റർനൂൺ. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും, അത് തീർക്കും. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ്, കെമിക്കൽ ബോണ്ടിങ്, ഇങ്ങനത്തെ ചാപ്റ്ററുകളൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് തീരാൻ കുറച്ച് സമയം എടുക്കുന്ന ചാപ്റ്റർ. എന്റെ കാരണമൊന്നുമില്ല, ചാപ്റ്റർ ടഫ് ആയതുകൊണ്ടല്ല, നിങ്ങൾക്ക് ഈ കൺസെപ്റ്റുകൾ പുതിയതായതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ എനർജി താഴോട്ട് പോകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനർജി താഴോട്ട് പോകരുത്. നിങ്ങൾ പഠിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇടക്കിടക്ക് ഞാൻ ലൈവ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു തരാം, നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇടക്കിടക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ എക്സാമുകൾ കണ്ടക്ട് ചെയ്തു തരാം. നിങ്ങൾ പഠിക്കണം, പഠിച്ചേ തീരൂ, പഠിച്ചാലേ രക്ഷപ്പെടൂ. ഈ ഒരു വർഷം മുഴുവൻ, അതായത് ഇനി ഒരു 4-5 മാസമേ ഉള്ളൂ, ഈ ഒരു മാസം കൊണ്ട് നമ്മൾ ഇതൊക്കെ തറവാക്കിയിരിക്കും. ഞാൻ ഏതായാലും അതിന് മുന്നിട്ടിറങ്ങി. കൂടെ നിൽക്കണമെങ്കിൽ കൂടെ നിന്നോ, കട്ടക്ക് നിന്നോളണം. വെറുതെ നിന്നിട്ട് കാര്യമില്ല. ആഹാ സാറ് ഉഷാറാക്കണ്ടല്ലോ, അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് സാധാരണ 1 മണിക്കൂർ 1.5 മണിക്കൂറാണല്ലോ നമ്മൾ ക്ലാസ് ഉണ്ടാവാറ്. ഇത് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യണേ. അതിൽ ഒരു പാർട്ട് ഇന്നും മറ്റേ പാർട്ട് നാളെയുമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിന് കാരണം, ഇന്നത്തെ പാർട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ക്ലാസ് കേൾക്കാവൂ എന്നതുകൊണ്ടാണ്. അപ്പൊ അതിനിടയിൽ ഒരു ഗ്യാപ്പ് തരണയാണ്. അപ്പൊ നാളെയും ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക്, അത് മാത്രം, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നാളെ ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടായിരിക്കും. നിർബന്ധമായും ഇന്നത്തെ ക്ലാസ് കണ്ട് എഴുതി പഠിച്ചതിന് ശേഷം മാത്രം നാളത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഹെഡിങ് എഴുതിക്കോളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡിങ് ആണ്. ഹെഡിങ് വളരെ ഉഷാറാക്കിയിട്ട് എഴുതുക. ബോൾസ് അറ്റോമിക് മോഡൽ. ബോൾസ് അറ്റോമിക് മോഡൽ, BOHR. നീൽസ് ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ആ സയന്റിസ്റ്റിന്റെ പേരാണ് BOHR, ബോർസ് അറ്റോമിക് മോഡൽ. ബോറിന്റെ അറ്റോമിക് മോഡൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അറ്റോമിക് മോഡൽസ് എന്നുള്ള ഹെഡിങ് പഠിപ്പിച്ചപ്പോൾ റുദർഫോർഡിന്റെ അറ്റോമിക് മോഡൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, തോംസന്റെ അറ്റോമിക് മോഡലും എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ബോർസ് അറ്റോമിക് മോഡൽ വരാനുണ്ട്, അത് കുറച്ചുകൂടി മോഡേൺ കൺസെപ്റ്റുകളൊക്കെ പഠിപ്പിച്ചതിന് ശേഷം പറയലാണ് നല്ലത് എന്നൊക്കെ. എന്നിട്ട് ഞാൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത് ഇക്വേഷനും ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒക്കെ പഠിപ്പിച്ചല്ലോ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ഒക്കെ പഠിപ്പിച്ചല്ലോ. അതിനുശേഷം ഞാൻ വരുന്നു ബോർസ് അറ്റോമിക് മോഡലിലേക്ക്. ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം. ബോർസ് അറ്റോമിക് മോഡലിൽ ഞാൻ 6 പോയിന്റുകൾ പഠിപ്പിക്കും. ആ 6 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൽ നിങ്ങളെ തോപ്പിക്കാൻ പറ്റൂല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് മിസ്സാവില്ല. അപ്പൊ നമുക്ക് ആ 6 പോയിന്റുകൾ ഏതാന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ആ 6 പോയിന്റ് ശരിക്ക് പഠിച്ചോ. റെഡി ആണല്ലോ? ഒന്നാമത്തെ പോയിന്റ് എഴുത്. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ടു, ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ടു, it is only applicable to, it is only applicable to hydrogen and hydrogen like species. എഴുതു. It is only applicable to hydrogen and hydrogen like species. ബോർസ് അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത് ഹൈഡ്രജന് മാത്രം അപ്ലിക്കബിൾ ആണ്. ബാക്കി എല്ലാ ആളുകൾക്കും പറയാൻ പറ്റില്ല. സോഡിയത്തിന്, പൊട്ടാഷ്യത്തിന്, റുബീഡിയത്തിന്, സിഷ്യത്തിന്, ഫ്രാൻസിയത്തിന്, ഇങ്ങനെ കണ്ട എല്ലാ എലമെന്റുകൾക്കും ബോർസ് അറ്റോമിക് മോഡൽ വെച്ച് എക്സ്പ്ലനേഷൻ ഇല്ല. ബോർസ് അറ്റോമിക് മോഡൽ ഈസ് ഓൺലി അപ്ലിക്കബിൾ ടു ഹൈഡ്രജൻ. പിന്നെ ഒരു ടീമും കൂടി ഉണ്ട്, ആരറിയോ? ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. അല്ല സാറേ, ഹൈഡ്രജൻ ആരാന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ പഠിപ്പിച്ചുതരാം. കണ്ടോ, അതിന്റെ താഴെ എഴുതിക്കോളൂ. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? എഴുത്. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എഴുതും. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് എഴുതും. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് എഴുതും. ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ടു ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്നല്ലേ പറഞ്ഞേ. ഇനി പറയാണ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഹൈഫൺ ഇട്ടിട്ട് അയോൺ ഹാവിംഗ് ഓൺലി 1 ഇലക്ട്രോൺ, ഓൺലി 1 ഇലക്ട്രോൺ എഴുതും. 1 ഇലക്ട്രോൺ മാത്രമുള്ള അയോണുകളെയാണ് ഞങ്ങൾ സയന്റിസ്റ്റുകൾ എന്ത് പേര് വിളിച്ചത്? ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പേര് വിളിച്ചത്. അപ്പൊ ആരാണ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ? അയോൺ ഹാവിംഗ് ഓൺലി 1 ഇലക്ട്രോൺ. കുറച്ച് എക്സാമ്പിൾസ് കണ്ടു നോക്കാം നമുക്ക്. കണ്ടോട്ടോ കുറച്ച് എക്സാമ്പിൾ. എടാ മക്കളെ, ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് He+.
ഒന്നാമത്തെ എക്സാമ്പിൾ ആരാണ്? He+. കണ്ടോളേ, ഹീലിയം. ഹീലിയം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എലമെന്റ് ആണല്ലോ അല്ലെ? നമ്മൾ പീരിയോഡിക് ടേബിൾ എണ്ണുമ്പോൾ ഹൈഡ്രജൻ, ഹീലിയം രണ്ടാമത്തെ എലമെന്റ്. അപ്പൊ അതിൽ 2 ഇലക്ട്രോൺ ആണ് നോർമലി ഉണ്ടാവേണ്ടത്. ആ 2 ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഒഴിവാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇയാൾക്ക് ഒരു പോസിറ്റീവ് ചാർജ് വന്നത്. അപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്നാണ്. 2 പോസിറ്റീവ് ചാർജ് വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്നാണ്. 3 പോസിറ്റീവ് ചാർജ് വന്നാൽ 3 ഇലക്ട്രോൺ പോയി, 4 പോസിറ്റീവ് ചാർജ് വന്നാൽ 4 ഇലക്ട്രോൺ പോയി, ഇങ്ങനെയാണ് അർത്ഥം. അപ്പൊ ഇയാളുടെ തലക്ക് മുകളിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നിന്ന് എത്ര ഇലക്ട്രോൺ പോയിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലസ് അല്ലേ ഉള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു പോസിറ്റീവ് ചാർജ് വന്നിട്ടുണ്ട്, ഒരു ഇലക്ട്രോൺ പോയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര ഇലക്ട്രോൺ അതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഹീലിയത്തിന് ഓൾറെഡി ജനിച്ചപ്പോൾ നോർമലി 2 ഇലക്ട്രോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു പോസിറ്റീവ് ചാർജ് വന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി. ബാക്കി എത്ര? 2ൽ നിന്ന് 1 പോയാൽ ബാക്കി എത്ര? 1 ഇലക്ട്രോൺ അല്ലേ ബാക്കി ഉണ്ടാവുക. ആ 1 ഇലക്ട്രോൺ ബാക്കിയുള്ള ആള് അയോൺ ഹാവിംഗ് ഓൺലി 1 ഇലക്ട്രോൺ. ഇതിപ്പോ അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇയാൾ എന്താണ്? ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്. അപ്പൊ He+ന് ബോർസ് അറ്റോമിക് മോഡൽ പറ്റും, ഹൈഡ്രജന് പറ്റും. അടുത്താളെ കിട്ടി. He+ന് പറ്റും. അടുത്താളെ കിട്ടി. നോക്കിക്കോട്ടാ, Li2+, ലിഥിയം 2+. കണ്ടോട്ടാ, ലിഥിയം 2+. എടാ, ലിഥിയം എന്ന് പറയുന്ന ആള് നമ്മൾ പീരിയോഡിക് ടേബിൾ എണ്ണുമ്പോൾ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം മൂന്നാമത്തതാ. അപ്പൊ നോർമലി 3 ഇലക്ട്രോൺ ഉള്ള ആളാണ് ലിഥിയം. അതിൽ നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. എങ്ങനെ മനസ്സിലായി? ഇവിടെ 2 പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് മനസ്സിലായി. 3ൽ നിന്ന് 2 എണ്ണം പോയാൽ ബാക്കി Li2+, ബാക്കി 1 ഇലക്ട്രോണേ ഉള്ളൂ. 1 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. എന്നാൽ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. അപ്പൊ ഇയാൾക്കും എന്ത് പറ്റും? ആ ബോർസ് അറ്റോമിക് മോഡൽ അപ്ലിക്കബിൾ ആണ്. വേറൊരാളെയും കൂടി ഞാൻ പറഞ്ഞു തരാം. പെട്ടെന്ന് നിർത്തുകയാണെ. ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഞാൻ പെട്ടെന്ന് നിർത്തുകയാണെ. ലിഥിയം കഴിഞ്ഞിട്ട് ബെറിലിയം 3+. ബെറിലിയം 3+. നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം. 4ാമനാണ് ബെറിലിയം. അപ്പൊ 4 ഇലക്ട്രോൺ ആണ് നോർമലി വരേണ്ടത്. അതിൽ 3 എണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 3 പോസിറ്റീവ് ചാർജ് വന്നത്. അപ്പൊ 4 എണ്ണത്തിൽ 3 എണ്ണം പോയാൽ ബാക്കി 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. 1 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അയാൾ എന്തായല്ലോ? ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആയല്ലോ, എക്സെട്ര. ഇവിടെ കിടക്കട്ടെ, ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എക്സെട്ര. ഇതിൽ He+, Li2+, Be3+, എക്സെട്ര എഴുതി വെക്കും. എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കും. അപ്പൊ എന്തായി? ബോർസ് അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത് ഹൈഡ്രജനോ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസുകൾക്കോ മാത്രമേ പറ്റുള്ളൂ. പഠിച്ചല്ലോ? അതാണ് ബോർസ് അറ്റോമിക് മോഡലിൽ ഒന്നാമത് പഠിക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ്. എക്സാമ്പിൾ എഴുതി വെക്കുക. എക്സാമ്പിൾ എഴുതി വെക്കുക. എക്സാമ്പിൾ എഴുതി വെക്കുക. സെക്കൻഡ് പോയിന്റ്. ഞാൻ നിങ്ങളോട് വാക്ക് തന്നു, ബോർസ് അറ്റോമിക് മോഡലിൽ 6 പോയിന്റ് പഠിക്കാനുണ്ടെന്ന്. അതിൽ 1 തീർന്നു. നിങ്ങൾ പഠിച്ചു. തീരലല്ല, ഇപ്പൊ പഠിച്ചു. ഇവിടെ വെച്ച് തന്നെ പഠിക്കണം. ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക, പിന്നെ ഒരു ദിവസം എടുത്ത് വായിച്ച് പഠിക്കുക. അങ്ങനെയുള്ള സമ്പ്രദായമൊന്നും ശരിയല്ല. ഇപ്പൊ കേൾക്കുക, ഇപ്പൊ പഠിക്കുക, പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഓർക്കുക. അത്രേ ഉള്ളൂ. ഇവിടെ വെച്ച് തീരണം പഠനം. രണ്ടാമത്തെ പോയിന്റ് എഴുതിക്കൊള്ളൂ. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ന്യൂക്ലിയസ്. എടാ, ന്യൂക്ലിയസിന് ചുറ്റുമാണല്ലോ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുന്നത് അല്ലേ? അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ന്യൂക്ലിയസ്. ഫുള്ളാക്ക്, സെന്റൻസ് ഫുള്ളാക്ക്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത്. ഇൻ സർക്കുലർ പാത്ത്. In circular path called orbit. Electrons are revolving around a nucleus in circular path called orbits. അപ്പൊ നിങ്ങളിൽ ചിലര് ചോദിക്കും, അല്ല സാറേ ഇതിപ്പോ നീൽസ് ബോർ കണ്ടെത്തിയതൊന്നും അല്ല, ഇത് റുദർഫോർഡിന്റെ അറ്റോമിക് മോഡൽ പഠിപ്പിച്ചപ്പോഴും സാർ ഇതേ ഡയലോഗ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പൊ നീൽസ് ബോർ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട്? എടാ മോനെ, നീൽസ് ബോർ ഇത് കണ്ടെത്തി എന്നല്ല ഞാൻ പറയുന്നത്. നീൽസ് ബോർ ഇതിന്റെ കൂടെ കുറച്ച് അഡീഷൻ നടത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇനി പറയാൻ പോണത്. ഇതാ കേട്ടോട്ടാ. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്. ഇത്രയും റുദർഫോർഡ് പറഞ്ഞതാണ്. ഇനി ഈ ഓർബിറ്റിന് നീൽസ് ബോർ 2-3 സ്പെഷ്യൽ പേരുകൾ കൊടുക്കുന്നുണ്ട്. അതെന്താന്ന് കൂടി എഴുതി വെച്ചോ. ഓർബിറ്റ്സ് എഴുതിയില്ലേ? ഓർ ആ ഓർബിറ്റിന് അയാളിട്ട വേറെ പേരാണ് ഓർ സ്റ്റേഷനറി സ്റ്റേറ്റ്. ഓർബിറ്റിനെ വിളിച്ച വേറൊരു പേരാണെന്ത്? സ്റ്റേഷനറി സ്റ്റേറ്റ്.
ഓർ ഒരു പേരും കൂടി ഉണ്ട്. നേരെ നേരെ എഴുതി പോയിക്കോട്ടെ, നിങ്ങൾ നേരെ നേരെ എഴുതിയാൽ മതി. ഞാൻ ഇവിടെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് താഴത്തേക്ക് എഴുതണമെന്ന് എഴുതും. മൂന്നാമത്തെ പേര് എനർജി സ്റ്റേറ്റ്. എന്താണ്? എനർജി സ്റ്റേറ്റ്. അപ്പൊ 3 പേരാണ് നീൽസ് ബോർ വിളിച്ചത്. റുദർഫോർഡ് ഒരൊറ്റ പേരെ വിളിച്ചുള്ളൂ, ഓർബിറ്റ് എന്ന്. ഞാൻ അത് എഴുതി തന്നതാ, റുദർഫോർഡ് അറ്റോമിക് മോഡൽ എഴുതി തന്നതാ. നീൽസ് ബോർ 3 പേര് വിളിച്ചു. എന്തൊക്കെയാണ്? ഓർബിറ്റ് എന്ന് വിളിച്ചു, സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് വിളിച്ചു, എനർജി സ്റ്റേറ്റ് എന്ന് വിളിച്ചു. അപ്പൊ എന്തായി? ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ് ഓർ സ്റ്റേഷനറി സ്റ്റേറ്റ് ഓർ എനർജി സ്റ്റേറ്റ്. ഇതാണ് ബോർസ് അറ്റോമിക് തിയറിയിലെ രണ്ടാമത്തെ, ബോർസ് അറ്റോമിക് മോഡലിലെ രണ്ടാമത്തെ പോയിന്റ്, പഠിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് പഠിച്ചല്ലോ. മൂന്നാമത്തെ പോയിന്റ് പഠിച്ചോട്ടാ. 3 വളരെ 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 ഇമ്പോർട്ടന്റ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 6 പോയിന്റിൽ മൂന്നാമത്തത് എഴുതൂ. എനർജി ഓഫ് ഈച്ച് ഇലക്ട്രോൺ, വേണ്ട 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 വേണ്ട, ഇങ്ങനെ എഴുതും. എനർജി ഓഫ് ഇലക്ട്രോൺ ഇങ്ങനെ എഴുതൂ. എനർജി ഓഫ് ഇലക്ട്രോൺ in a particular orbit is constant. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ എഴുതി കേട്ടോ. ഇത് കേട്ടോളെ. എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് ഈസ് കോൺസ്റ്റന്റ്. അതായത് ന്യൂക്ലിയസിന്റെ ചുറ്റിലും കറങ്ങുന്ന ഇലക്ട്രോൺ, ഈ ഇലക്ട്രോൺ ഉള്ളത് ഈ ഓർബിറ്റിലാണെങ്കിൽ ആ ഓർബിറ്റിന്റെ എല്ലാ ഭാഗത്തും, ഇപ്പൊ ഇവിടെ നിന്ന് മാത്രമല്ലല്ലോ, ഇത് ഇങ്ങനെ കറങ്ങി 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 ഇവിടൊക്കെ തിരിച്ചിങ്ങനെ എത്തുമല്ലോ. ആ ഓർബിറ്റിന്റെ എല്ലാ ഭാഗത്തും ആ ഇലക്ട്രോണിന്റെ എനർജി കോൺസ്റ്റന്റ് ആണ്. എന്താ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ? കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാറ്റമില്ല, ചേഞ്ച് ചെയ്യൂല. ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേരിയബിൾ എന്നാ വിളിക്കുക. ഇത് ചേഞ്ച് ചെയ്യൂല. അപ്പൊ എന്താ പേര്? കോൺസ്റ്റന്റ്. ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിലാണ്, അയാൾ ആ ഓർബിറ്റലിൽ ഇങ്ങനെ കറങ്ങുകയാണ്. ലോകം തുടങ്ങിയത് മുതൽ ലോകാവസാനം വരെ അയാൾ ആ ഇലക്ട്രോൺ ആ ഓർബിറ്റലിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ എനർജി കോൺസ്റ്റന്റ് ആണ്, അതിൽ മാറ്റം വരില്ല. അയാളുടെ എനർജി 100 ജൂളാണെന്ന് വിചാരിക്ക്, എന്നാൽ അയാൾക്ക് കാലാകാലം 100 തന്നെ. ഒരു ഓർബിറ്റലിലുള്ള എനർജി കോൺസ്റ്റന്റ് ആണെന്ന്, അത് മാറൂല. അത് മാറണമെങ്കിൽ ഈ ഇലക്ട്രോണ് ഓർബിറ്റ് മാറണം. ഈ ഇലക്ട്രോണിന് ഒരു താല്പര്യം, കുറെ കാലമായില്ലേ ഈ എനർജിയിൽ ഇങ്ങനെ നടക്കണം, ഒന്ന് മാറിയാ കൊള്ളാമുണ്ടോ? ഈ ഓർബിറ്റലിന് കളി നടക്കൂല. എന്ത് ചെയ്യണം? അടുത്ത ഓർബിറ്റിലേക്ക് മാറണം, എന്നാ മാത്രമേ എനർജി മാറുള്ളൂ. അപ്പൊ ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി കോൺസ്റ്റന്റ് ആണ്, ഇതിൽ മാറ്റം വരൂല. അതാണ് തേർഡ് പോയിന്റ്. എന്താണ്? എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് ഈസ് കോൺസ്റ്റന്റ്. അത് കോൺസ്റ്റന്റ് ആണ്, അതിൽ മാറ്റമില്ല. പഠിച്ചോ? എന്നിട്ട് അതിന്റെ താഴെ തന്നെ, ഈ തേർഡ് പോയിന്റിന്റെ താഴെ തന്നെ, നാലാമത്തെ പോയിന്റ് അല്ല കേട്ടോ, തേർഡ് പോയിന്റിന്റെ താഴെ തന്നെ ഒരു സ്റ്റാർ ഇട്ടിട്ട് എഴുതിക്കോളൂ. ദിസ് എനർജി can be calculated by ഒരു ഓർബിറ്റില് ഉള്ളിലുള്ള ഇലക്ട്രോണിന്റെ എനർജി കോൺസ്റ്റന്റ് ആണ് എന്നല്ലേ പഠിപ്പിച്ചേ. ആ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഞാൻ ഈ തരുന്ന ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. എഴുത്. ദിസ് എനർജി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ En is equal to, എന്താണൊക്കെ ഞാൻ പഠിപ്പിച്ചു തരും. ഇത് വെച്ചിട്ട് ഞാൻ ഇപ്പൊ തന്നെ ക്വസ്റ്റ്യനും ചെയ്യിപ്പിക്കും. കൺട്രോളിനെ. En is equal to minus 2.18 into 10 raised to minus 18 z square divided by n square joule. പേടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനും പേടിച്ചിരുന്നത് ആദ്യം കണ്ടപ്പോ, ഇപ്പൊ പേടിയൊക്കെ മാറി. ഇതങ്ങോട്ട് ശരിയായി. അങ്ങോട്ട് പഠിച്ചോളാം. വിഴുങ്ങ്. മൈനസ് 2.18 into 10 raised to minus 18. പഠിച്ചേ? മൈനസ് 2.18 into 10 raised to minus 18. പഠിക്കടാ. മൈനസ് 2.18 into 10 raised to minus 18 z square by n square. എന്താ സാറേ z? ഞാൻ പറഞ്ഞുതരാം. എന്താ സാറേ n? ഞാൻ പറഞ്ഞുതരാം. ജൂൾ എന്താന്ന് നിങ്ങൾക്ക് അറിയാം, എനർജിയുടെ യൂണിറ്റ് ആണ്. അപ്പൊ en എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞുതരാം. എനർജി ഓഫ് nth ഓർബിറ്റ് എന്നാണ്. എന്താണ് എനർജി ഓഫ് nth ഓർബിറ്റ്? വിട്ടേക്ക്, ഞാനത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചൊന്ന് പഠിച്ചേ. minus 2.18 into 10 raised to minus 18 z square by n square joule.
അതാ മക്കളെ പറഞ്ഞ ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങൾ അടുത്ത ക്ലാസ് കേൾക്കാൻ, എന്നാൽ മാത്രമേ ഇത് ഗുണം ഉണ്ടാവുള്ളൂ. This energy can be calculated by എന്ന് എഴുതിയിട്ട് ഇക്വേഷൻ എഴുതി വെച്ചോട്ടാ. ഈ n is equal to minus 2.18 into 10 to minus 18 z square by n square. എഴുതി കഴിയാത്തവർ ഒരു 10 സെക്കൻഡ് പുറകിലോട്ട് വെച്ചിട്ട് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ എഴുതുന്നുണ്ട്. ഈ n is equal to minus 2.18 into 10 to minus 18 z square by n square joule. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഇത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ്, അതിനു മുമ്പ് ഒരു മിനിറ്റ്. Z എന്താണ് n എന്താന്ന് എഴുതി വെച്ചോട്ടാ. Z എന്താ n എന്താന്ന് സൈഡിൽ എഴുതി വെച്ചോ. ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. എന്താണ് Z എന്ന് പറഞ്ഞാൽ? അറ്റോമിക് നമ്പർ. Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓർബിറ്റ്. നമ്പർ ഓഫ് ഓർബിറ്റ്, എത്രാമത്തെ ഓർബിറ്റ് ആണ്? നമ്പർ ഓഫ് ഓർബിറ്റ് ആണ് n. എത്രാമത്തെ ഓർബിറ്റ് ആണ് എന്നതാണ് n. നമ്പർ ഓഫ് ഓർബിറ്റ്, എത്രാമത്തെ ഓർബിറ്റ് ആണ്? ക്വസ്റ്റ്യൻ കണ്ടോട്ടാ. ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വേണ്ട, ഇങ്ങനെ എഴുത്. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഹൈഫൺ ഇട്ടിട്ട് കാൽക്കുലേറ്റ് എനർജി ഓഫ് ഫോളോയിങ് ഓർബിറ്റ്സ്. കാൽക്കുലേറ്റ് എനർജി ഓഫ് ഫോളോയിങ് ഓർബിറ്റ്. താഴെ തരുന്ന ഓർബിറ്റുകളുടെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് എനർജി ഓഫ് ഫോളോയിങ് ഓർബിറ്റ്. താഴെ തരുന്ന ഓർബിറ്റുകളുടെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഭയങ്കര സംഭവമാണ്, നല്ല ഭയങ്കര സംഭവമാണെന്ന് തോന്നിപ്പിച്ചിട്ട് ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ അവതരിപ്പിക്കലാണ് കെമിസ്ട്രിയിലും എടുക്കുക. ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര സംഭവമാക്കിയിട്ട് അവതരിപ്പിക്കുക. അപ്പൊ എന്താ ഗുണം? നന്നായി മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇതിലേക്ക് കയറി വരുള്ളൂ. പ്യുവർ സയൻസാ, ഏതിനും അന്തനോ അടകോടനും കയറി വരൂല. അല്ലെങ്കിൽ നിങ്ങളെ അറിയിച്ചു നോക്കിയേ, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ്, കെമിസ്ട്രിയെ വെറുക്കുന്നവരുടെ എണ്ണം കൂടുതലാ. എന്തേ? അത് ഭയങ്കര സംഭവമാണെന്നോ, അത് മനസ്സിലാവുന്നോ, അത് ഒരു ഒലക്കയാണോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ വിചാരിക്കുന്നവർ വേണം. എന്നാലേ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, അവർക്ക് കോമ്പറ്റീഷൻ ഇല്ലാതിരിക്കുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അതിൽ പ്യുവർ ആവുള്ളൂ. എല്ലാവർക്കും ഇത് കുറച്ച് ഇങ്ങനെ അറിയാവുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിലയും വിലയില്ലല്ലോ. ആർക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ അറിയുമ്പോഴല്ലേ ഒരു വില ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആ രഹസ്യം പറഞ്ഞതാണ്. എന്ത്? കെമിസ്ട്രി സിമ്പിളാ, പക്ഷെ പവർഫുള്ളാ. ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നാണ് ശ്രദ്ധിച്ചാൽ ഹാപ്പിയാണ്. 1-2 ഇക്വേഷൻസ് കാണാൻ പഠിച്ചാൽ സിമ്പിളാണ്. -2.18 into 10 - 18 z square by n square joule. ഇത് പറഞ്ഞു തീർക്കാൻ 2 സെക്കൻഡിന്റെ സമയത്തിന്റെ ചെലവല്ലേ ഇടാവുള്ളൂ. -2.18 into 10 - 18 z square by n square joule. ഇത് പറഞ്ഞു തീർക്കാൻ 2 സെക്കൻഡ് സമയത്തിന്റെ ചെലവല്ലേ ഉള്ളൂ. എന്നിട്ട് അത് വലിയ ഇക്വേഷൻ ആണ്. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞ് തലയിൽ കൈ വെക്കണതൊക്കെ ഒരു വൃത്തിയേടല്ലേടാ. അത്രയൊക്കെ ഉണ്ടോ? അത് 2 സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന സാധനം ഒന്ന് ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ മോശമാണ്. വിട്ടേക്ക്. കാൽക്കുലേറ്റ് എനർജി ഓഫ് ദി ഫോളോയിങ് ഓർബിറ്റ്സ്. അതിലൊന്ന് എന്താ പറയാ? എഴുത്. ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ. എഴുത്. ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ. ആൻസർ. ഹൈഡ്രജന്റെ ഒന്നാമത്തെ ഓർബിറ്റിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? ഇതേ കണ്ടോ ആൻസർ. ആദ്യം സെഡിന്റെ വാല്യൂ എഴുതണം, എന്നിന്റെ വാല്യൂ എഴുതണം. സെഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ, ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ. എണ്ണി നോക്കിയാൽ കിട്ടുന്ന സാധനം ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഇങ്ങനെ എണ്ണൂലേ നമ്മള്. അതിൽ എണ്ണുമ്പോ കിട്ടുന്ന സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, 30 വരെ എലമെന്റുകൾ കാണാതെ പഠിക്കാൻ. അത് നിർബന്ധമാണ്. അത് പഠിച്ചിട്ട് മതി +1 കെമിസ്ട്രിയിലും ബാക്കി കാര്യങ്ങൾ പഠിക്കൽ. അത് നിർബന്ധമായി എണ്ണാൻ കിട്ടണം. അപ്പൊ അതിൽ ആദ്യത്തെ ആളാണ് ഹൈഡ്രജൻ അല്ലെ? പീരിയോഡിക് ടേബിളിൽ ഒന്നാമത്തെ ആളാണ് ഹൈഡ്രജൻ. Z = 1. n എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓർബിറ്റിന്റെ എണ്ണം. ഫസ്റ്റ് ഓർബിറ്റ് എന്നല്ലേ? ഒന്നാമത്തെ ഓർബിറ്റ്. അപ്പൊ എന്നിന്റെ വാല്യൂ 1. അപ്പൊ എനർജിയുടെ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേടാ. E1 = എന്താണ് E1? എടാ ഇക്വേഷൻ n അല്ലേ? n എന്ന് പറഞ്ഞാൽ ഇവിടെ 1 അല്ലേ? ഇക്വേഷൻ n ആണ്. n എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്ന ഓർബിറ്റ്, n-ാമത്തെ ഓർബിറ്റ് അല്ലെ? nth ഓർബിറ്റിന്റെ എനർജി. ഇവിടെ nth നമ്മൾ അറിയാത്തോണ്ടല്ലേ n നമ്പർ കൊടുത്തേ. ഇവിടെ അറിയാലോ, നമുക്കറിയാം ഇത് ഒന്നാമത്തെ ഓർബിറ്റ് ആണെന്ന് അറിയാം. അപ്പൊ n-ന്റെ വാല്യൂ 1 ആണ്. ആ 1 ഞാൻ ഇവിടെ കൊടുത്തു. E1 =
minus 2.18 into 10 raised to minus 18 z square by n square 1 square by 1 square അത്രയും ജൂൾ. നിങ്ങൾക്കറിയാം 1 square by 1 square എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അതുകൊണ്ട് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാത്തത് പോലെ ഉണ്ടാവും. അപ്പൊ ആൻസർ മൈനസ് 2.18 into 10 raised to minus 18 ജൂൾ എന്ന് തന്നെ വരും. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻസർ എഴുത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോട്ടാ. സെക്കൻഡ് ഓർബിറ്റ് ഓഫ് വേണ്ട, സെക്കൻഡ് വേണ്ട, തേർഡ് ആയിക്കോട്ടെ, ഒരു വെറൈറ്റിക്ക്. എന്താണ്? തേർഡ് ഓർബിറ്റ് ഓഫ് He പ്ലസ്. എടാ മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു Bohr's atomic model is only applicable for hydrogen and hydrogen-like species. ആ ഹൈഡ്രജൻ-like സ്പീഷീസിൽ പെട്ട ആളാണ് He+. അതുകൊണ്ടാണ് ഈ ഇക്വേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഇവിടെ He മാത്രമായിരുന്നെങ്കിൽ, ഹീലിയം മാത്രമായിരുന്നെങ്കിൽ ഈ ഇക്വേഷൻ കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് കാണാൻ ഒരു ഇക്വേഷൻ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുമില്ല. അപ്പൊ He+ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, He ആണെങ്കിൽ പറ്റൂല. എന്തുകൊണ്ട്? He മാത്രമാണെങ്കിൽ അത് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് അല്ല. ഞാൻ ഫസ്റ്റ് പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആളാണ്. അപ്പൊ He+ എന്ന് എടുത്തു പറഞ്ഞത് കൊണ്ട് നമുക്ക് അതിന്റെ ആൻസർ കാണാം. കണ്ടോട്ടോ, ആൻസർ ആദ്യം Z പറ, N പറ. Z എത്ര? അറ്റോമിക് നമ്പർ He അല്ലേ? He ഹൈഡ്രജൻ, ഹീലിയം രണ്ടാമതാ വന്നത്. രണ്ടാമത് വന്നാൽ Z ന്റെ വാല്യൂ 2. അല്ല സാറേ, ഇവിടെ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ? അതെ, ഒരു ഇലക്ട്രോൺ ആവുമ്പോ പിന്നെ അറ്റോമിക് നമ്പറിൽ മാറ്റം ഉണ്ടാവില്ല. അതിന് നിൽക്കല്ലേ, ആ കളിക്ക് നിൽക്കല്ലേ. എന്ത്? ഇലക്ട്രോൺ പോയിട്ട് ഒന്നായി മാറിയില്ലേ, അതുകൊണ്ടല്ലേ ഇത് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആയത്. അതൊക്കെ കറക്റ്റാ. പക്ഷെ ഇലക്ട്രോൺ മാറി എന്ന് കരുതിയിട്ട് അയാളുടെ അറ്റോമിക് നമ്പർ മാറൂല. ബിക്കോസ് atomic number is the number of പ്രോട്ടോണിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ, എന്തല്ല ഇലക്ട്രോണിന്റെ എണ്ണമല്ല. ഇതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ പഠിപ്പിച്ചെന്നാ അന്ന് പറഞ്ഞതാ. അറ്റോമിക് നമ്പർ ഇസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺ അല്ല. അപ്പൊ ഇലക്ട്രോൺ ഒന്ന് പോയി, അറ്റോമിക് നമ്പർ കുലുങ്ങാതെ നിൽക്കും. ഇലക്ട്രോൺ ഒന്ന് വന്നു, അറ്റോമിക് നമ്പർ കുലുങ്ങാതെ നിൽക്കും. ഇലക്ട്രോൺ വന്നാലും പോയാലും എന്ത് കോപ്പ്, അറ്റോമിക് നമ്പർ മാറൂല. ഹീലിയം സെക്കൻഡ് വൺ, ഹൈഡ്രജൻ, ഹീലിയം Z2. N എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഓർബിറ്റ് ആണ്? മൂന്നാമത്തെ ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? 3. ഇനി പറ, E3 is equal to അല്ലെ? E3 എന്നല്ലേ പറയാ, n ന്റെ വാല്യൂ 3 ആയതുകൊണ്ട് En എന്നതിന് പകരം E3 അല്ലെ, മൈനസ് 2.18 into 10 raised to minus 18 into Z square. Z 2 ആണ്, Z square 4 ആണ് അല്ലെ? Z ന്റെ സ്ക്വയർ 2 ന്റെ സ്ക്വയർ ബൈ n സ്ക്വയർ. n 3 ആണ്, n ന്റെ സ്ക്വയർ 9 ആണ്, 4/9 അത്രയും ജൂൾ. ഇത് ഞാൻ ഇങ്ങനെ അണ്ടർലൈൻ ഇട്ട് വെക്കുന്നു. പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെ? അത് നേരെ ഇയാളോട് ചോദിച്ചാൽ മതി. ആരെയും മറ്റേ സാധനം ഉണ്ടല്ലോ, കാൽക്കുലേറ്ററിനോട് ചോദിച്ചാൽ മതി. മൈനസ് 2.18 into 4/9 into 10 raised to minus 18. ഈ കാൽക്കുലേഷൻസ് ഒക്കെ ആര് ചെയ്തോളും? കാൽക്കുലേറ്റർ ചെയ്തോളും. കാൽക്കുലേറ്റർ പറഞ്ഞു തരുന്ന സംഖ്യ നിങ്ങൾ ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. ഞാനിപ്പോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇവിടെ ഈ വാല്യൂ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എഴുതി വെച്ചോട്ടാ, വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി വെക്കുക. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്തുതരാം. തേർഡ് വൺ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തുതരാം. ഏതാണ്? സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ആരാ? Be3+. ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. Be3+ എന്ന് പറയുമ്പോൾ ബെറിലിയത്തിൽ നിന്ന് 3 ഇലക്ട്രോൺ പോയതാണ്, ബാക്കി ഒരു ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അത് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ ഇക്വേഷൻ പറ്റും. പറ, Z എത്ര, N എത്ര എന്ന് പറ. Z എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ കിട്ടുന്ന സംഖ്യ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം 4 അല്ലേ? അപ്പൊ Z4. N എത്ര? N ഇവിടെ തന്ന സംഖ്യ, സെക്കൻഡ് ഓർബിറ്റ് 2 അല്ലെ? 2. E2 is equal to അല്ലെ? N ന്റെ വാല്യൂ എത്രയാണോ അതാണ് ഇവിടെ എഴുതുന്നത്. E2 is equal to
minus 2.18 into 10 raised to minus 18 into z square. Z 4 ആയതുകൊണ്ട് z square 16 by n square. n 2 ആയതുകൊണ്ട് 2 square 4 അല്ലേ? ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാൽക്കുലേഷൻ തൽക്കാലം ഞാനിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നതാണ് പഠിപ്പിച്ചിരുന്നത്. അത്രയും ജൂൾ അണ്ടർലൈൻ ചെയ്തു. അതിന്റെ വാല്യൂ നിങ്ങൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ അതിന്റെ ത്രെഡാണ് നിങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ തേർഡ് പോയിന്റ് പഠിച്ചു അല്ലെ? ബോർസ് അറ്റോമിക് മോഡലിൽ തേർഡ് പോയിന്റ് എന്താണ്? എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് ഈസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ആണ്, മാറൂല. അത് മാറണം എന്നുണ്ടെങ്കിൽ ആ ഓർബിറ്റ് അങ്ങോട്ട് മാറണം. ഓർബിറ്റ് മാറാത്തിടത്തോളം കാലം എനർജി കോൺസ്റ്റന്റ് ആണ്, മാറൂല. ആ മാറാത്ത എനർജി എത്രയാണോ എന്ന് ചോദിച്ചാലോ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് E n is equal to minus 2.18 into 10 raised to minus 18 z square by n square joule. ഹാപ്പി അല്ലേ മക്കളെ? പിടിച്ചോളണട്ടോ, പഠിച്ചോളണട്ടോ. ഫോർത്ത് വൺ 6 പോയിന്റ് അതിൽ 4 പഠിച്ചോ. 6 പോയിന്റ് അതിൽ 4 എന്താണ്? when an electron എഴുതൂ. when an electron transfers, ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ആകുന്നു. when an electron transfers into any other orbit, ഇപ്പൊ ഉള്ള ഓർബിറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓർബിറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ മാറിക്കഴിഞ്ഞാൽ, അത് മുകളിലുള്ള ഓർബിറ്റിലോ താഴെയുള്ള ഓർബിറ്റിലോ ആരും ആകാം, ഒരു ഓർബിറ്റിൽ നിന്ന് വേറെ ഒരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറിക്കഴിഞ്ഞാൽ അതാണ് പഠിക്കുക. എന്താണ്? when an electron transfers into any other orbit, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കോമ ഇട്ടിട്ട് എഴുതൂ. ഇറ്റ്സ് എനർജി ചേഞ്ചസ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ്സ് എനർജി ചേഞ്ചസ്. അയാളുടെ എനർജി മാറും. അപ്പൊ എന്താ പറഞ്ഞേ? ഒരു ന്യൂക്ലിയസ് ഉണ്ട് കേട്ടോ. ന്യൂക്ലിയസിന്റെ സർഫസിൽ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ആ ഇലക്ട്രോണിന്റെ എനർജി കോൺസ്റ്റന്റ് ആണെന്നാണ് നമ്മൾ 3ാമത്തെ പോയിന്റിൽ പറഞ്ഞത്. 4ാമത്തെ പോയിന്റിൽ പറയാണ് ഈ ഇലക്ട്രോൺ വേറെ ഏതെങ്കിലും ഒരു ഓർബിറ്റിലേക്ക് മാറിയാൽ, ട്രാൻസ്ഫർ ആയാൽ അയാളുടെ എനർജി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും, സ്വാഭാവികം. അപ്പൊ ഒരു ഓർബിറ്റിൽ മാത്രം നിൽക്കണോ? എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഓർബിറ്റ് മാറിയോ? എനർജിയും മാറും. പഠിച്ചോ? അപ്പൊ എന്താ പറഞ്ഞേ? when an electron transfers into any other orbit, മുകളിലുള്ള ഓർബിറ്റിലോ താഴെയുള്ള ഓർബിറ്റോ ഏതെങ്കിലും ആകാം, എങ്ങോട്ട് മാറിയാലും എനർജി ചേഞ്ചസ്. ബ്രാക്കറ്റിൽ എഴുത്. എടാ, എനർജി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാലേ, ഞാൻ നിങ്ങൾക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രോ എമിഷൻ സ്പെക്ട്രോ ഒക്കെ പഠിപ്പിച്ചില്ലേ? ആ അബ്സോർപ്ഷൻ സ്പെക്ട്രും എമിഷൻ സ്പെക്ട്രും പഠിപ്പിച്ചപ്പോ ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. എനർജി റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈറ്റ് പുറത്തേക്ക് വരിക എന്നാണ് അർത്ഥം. എനർജി അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈറ്റ് അബ്സോർബ് ചെയ്യുക എന്നാണ് അർത്ഥം അല്ലെ? ലൈറ്റിന്റെ ഫോമിലാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഫോമിലാണെന്നൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണല്ലോ. അപ്പൊ എനർജി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ ഏതെങ്കിലും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യപ്പെടും. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. എങ്ങനെ? എനർജി മാറും എന്നാണല്ലോ ഞാൻ പറഞ്ഞേ. ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയാൽ എനർജി മാറും. എനർജി മാറുക എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. രണ്ടും ഒന്ന് തന്നെ. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ പെട്ട ആളാണ് ലൈറ്റ്. അതുകൊണ്ട് ലൈറ്റ് എന്ന് പറയുന്നിടത്തൊക്കെ ഞാൻ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയും. അപ്പോഴൊക്കെ നിങ്ങൾ ലൈറ്റ് ആയിട്ട് മനസ്സിലാക്ക്. അപ്പൊ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മാറിയാൽ ഒന്നിരിക്കൽ ലൈറ്റ് പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യും. എനർജി പുറത്തേക്കാണെങ്കിൽ ലൈറ്റ് പുറത്തേക്ക് വരും, എനർജി അകത്തോട്ടാണെങ്കിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതും ബ്രാക്കറ്റിൽ ഇപ്പൊ എന്താ നിങ്ങൾ സെന്റൻസ് ഇപ്പൊ എന്താ എഴുതിയേ? when an electron transfers into any other orbit its energy changes എന്നല്ലേ എഴുതിയ ബ്രാക്കറ്റിൽ. it means EM വേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ലിങ്ക് ചോദിച്ചാൽ മതി, ഞാൻ തരാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ആ ലിങ്ക് കിട്ടാത്തവര് ചോദിക്കുക. EM വേവ് ഈസ് absorbed or emitted. EM wave is absorbed or emitted. എനർജി ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ
ചെയ്യപ്പെടുന്നു എന്നതാണ്. പഠിച്ചോ? അപ്പൊ നാലാമത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ഓർബിറ്റിലേക്ക്, അതിനി പുറത്തേക്കോ അകത്തേക്കോ എങ്ങോട്ടെങ്കിലും ആവട്ടെ, ചേഞ്ച് ചെയ്താൽ, ട്രാൻസ്ഫർ ആയാൽ അയാളുടെ എനർജി മാറും. ആ എനർജി മാറ്റം എങ്ങനെയായിരിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അബ്സോർബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്തിട്ടോ ആയിരിക്കും. ഫിഫ്ത് പോയിന്റ്. 6 പോയിന്റിൽ 5-ാമനെത്തിട്ടോ. 6 പോയിന്റിൽ 5-ാമനെത്തിട്ടോ. ഫിഫ്ത് പോയിന്റ് എന്താണ്? ഫ്രീക്വൻസി ഓഫ് ഫ്രീക്വൻസി ഓഫ് വെരി സോറി. 4-ാമത്തെ പോയിന്റിൽ ഒരു ചെറിയ ഇതുകൂടി ഉണ്ട്. എന്താണ്? 5-ാമത്തെ പോയിന്റ് തുടങ്ങുന്നതിന് മുമ്പ് 4-ാമത്തെ പോയിന്റിൽ ഇങ്ങനെ എഴുതും. എന്താ നമ്മൾ പറഞ്ഞില്ലേ? ഒരു ഇലക്ട്രോൺ വേറൊരു ഓർബിറ്റിലേക്ക് മാറി എനർജി ചേഞ്ച് ചെയ്യുന്നതാണല്ലോ. ആ ചേഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇത് എഴുതി വെച്ചോ, സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെച്ചോ. ദിസ് ചേഞ്ച് ഇൻ എനർജി can be calculated by എടാ സിമ്പിൾ ആടാ. ഈ ഓർബിറ്റിൽ നിന്ന് ഈ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോ എനർജി ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ചേഞ്ച്. ഇപ്പൊ 8-ൽ നിന്ന് 10-ലേക്ക് എത്തി, അപ്പൊ ചേഞ്ച് എത്ര? 2. 10-ൽ നിന്ന് 14-ലേക്ക് എത്തി, ചേഞ്ച് എത്ര? 4. ചേഞ്ച്, ആ മാറ്റം, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ചേഞ്ച് ഇൻ എനർജി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഒരു ഇക്വേഷൻ ഉണ്ട്, പഠിച്ചോട്ടോ. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഇ ഫൈനൽ മൈനസ് ഇ ഇനീഷ്യൽ. സിമ്പിൾ. ആഹാ, ഇത്ര ഉണ്ടായിരുന്നില്ല. ഇത്രയേ ഉള്ളൂ. എന്താണ്? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഇ ഫൈനൽ മൈനസ് ഇ ഇനീഷ്യൽ. ഡെൽറ്റ ഇ എന്നതിനെ ചേഞ്ച് ഇൻ എനർജി എന്ന് വായിക്കണം. എന്താ വായിക്കുക? ഡെൽറ്റ ഇ എന്നതിനെ ചേഞ്ച് ഇൻ എനർജി എന്നാണ് വായിക്കേണ്ടത്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ്. എവിടെ ഡെൽറ്റ വന്നാലും ചേഞ്ച്. ഡെൽറ്റ ഇ ചേഞ്ച് ഇൻ എനർജി, ഡെൽറ്റ വി ചേഞ്ച് ഇൻ വെലോസിറ്റി. പഠിച്ചാ? ഡെൽറ്റ എ ചേഞ്ച് ഇൻ ആക്സിലറേഷൻ, ഡെൽറ്റ എം ചേഞ്ച് ഇൻ മാസ്. നമ്മൾ പഠിച്ചതാണ്. ഡെൽറ്റ എക്സ് ചേഞ്ച് ഇൻ പൊസിഷൻ. ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ചേഞ്ച് കാണാം. അവിടെയൊക്കെ ഡെൽറ്റയാണ് ഉപയോഗിക്കുന്നത്. ചേഞ്ച് ഇൻ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി. എഴുത്. ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി. എപ്പോഴും ചേഞ്ച് കാണാൻ പറഞ്ഞാൽ ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ കുറക്കണം. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ഫിസിക്സിൽ വരും. ചേഞ്ച് ഇൻ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ചേഞ്ച് ഇൻ ആക്സിലറേഷൻ ഫൈനൽ ആക്സിലറേഷൻ മൈനസ് ഇനീഷ്യൽ ആക്സിലറേഷൻ. ചേഞ്ച് ഇൻ എനർജി ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി. എല്ലായിടത്തും ചേഞ്ച് ഈസ് ഓൾവേസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ. പഠിച്ചോ? ചേഞ്ച് ഈസ് ഓൾവേസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ. കഴിഞ്ഞു. 4-ാമത്തെ കഴിഞ്ഞു. അപ്പൊ ഫൈനൽ ആയിട്ട് ഫൈനൽ എന്ന് പറഞ്ഞാൽ എവിടേക്കാണോ എത്തിയത് അവിടുത്തെ എനർജി, മൈനസ് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ വന്നത് അവിടുത്തെ എനർജി. ഉറപ്പന്നല്ലേ? ആ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അത് ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചു. ഏത്? E n is equal to minus 2.18 into 10 to minus 18 z square by n square എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ? ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഫൈനൽ എനർജി കാണാം. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇനീഷ്യൽ എനർജി കാണാം. പുതിയ ഇക്വേഷൻ വെച്ചിട്ട് അവരുടെ തമ്മിലുള്ള ഡിഫറൻസും കാണാം. എല്ലാം ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ കെട്ടിപ്പടുത്തു കൊണ്ടുവന്നാണ്. ഫിഫ്ത് വൺ എന്താണ്? ഫ്രീക്വൻസി ഓഫ് EM wave, electromagnetic wave. Frequency of EM wave emitted or absorbed. ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യാം. അത് അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. Frequency of electromagnetic wave emitted or absorbed can be calculated by എടാ ഇക്വേഷൻ എഴുതി വെച്ചോ. frequency is equal to delta E divided by H. എടാ ഈ ഇക്വേഷൻ എന്താ? ഇതെന്താ സാധനം? ഈ സിമ്പൽ ന്യൂ. ഫ്രീക്വൻസിയെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ന്യൂ. പഠിപ്പിച്ചതാ. പാരാമീറ്റേഴ്സ് ഓഫ് EM വേവ് എന്നുള്ള ഹെഡിങ്ങിൽ പഠിപ്പിച്ചതാ. ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ എച്ച്. എച്ച് ആണ്. എച്ച് എന്നല്ല, എച്ച് ആണ്.
എന്താണ് ഡെൽറ്റ ഇ? ചേഞ്ച് ഇൻ എനർജി. നേരത്തെ ഇക്വേഷൻ എഴുതി വെച്ചില്ലേ, ആ ഇക്വേഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ ഇ കിട്ടൂലേ, അത് ഡിവൈഡഡ് ബൈ എച്ച്. എച്ച് എന്താണ്? എച്ചിനെ നിങ്ങൾ കുറെ കാലമായി കാണാൻ തുടങ്ങിയിട്ട് ഇനി അറിയില്ലെങ്കിൽ വേറെ പണിക്ക് പോയിക്കൊള്ളണം. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എച്ച് ഇസ് ഈക്വൽ ടു അതിന്റെ വാല്യൂ എത്രയാണ്? 6.6 into 10⁻34 ജൂൾ സെക്കൻഡ്. ഇതൊക്കെ പണ്ടേ പഠിപ്പിച്ചതാണ്. അതൊന്നും ഓർമ്മയില്ലെങ്കിൽ, സത്യമായിട്ട് പറയുകയാണെ, അതൊന്നും ഓർമ്മയില്ലെങ്കിൽ വേറെ പണിക്ക് വല്ലതും പോയിക്കൊള്ളണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ അകത്തേക്ക് എടുക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനും പഠിച്ചു. ഞാൻ ഈ മായ്ക്കുമ്പോ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ 10 സെക്കൻഡ് പുറകിലോട്ട് അടിച്ചിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചാൽ മതി. ലാസ്റ്റ് പോയിന്റ് ഓഫ് ബോസ് അറ്റോമിക് മോഡൽ. ബോസ് അറ്റോമിക് മോഡലിലെ അവസാന പോയിന്റ് എഴുതി വെച്ചോ. ലാസ്റ്റ് പോയിന്റ് ഓഫ് ബോസ് അറ്റോമിക് മോഡൽ എഴുതൂ. ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് hydrogen atom is called Bohr orbit. അതായത് ഹൈഡ്രജൻ ആറ്റത്തിലെ ഹൈഡ്രജൻ ഇതാ നോക്കടാ, ആ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ഓർബിറ്റ് ഉണ്ടല്ലോ, അതിനാണല്ലോ നമ്മൾ ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറയാം. ആ ഓർബിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ബോർ ഓർബിറ്റ്. ആ ബോർ ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണല്ലോ റേഡിയസ്. അതിന്റെ സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെച്ചോ. റേഡിയസ് ഓഫ് ബോർ ഓർബിറ്റ്. ആദ്യത്തെ ഓർബിറ്റ്, അതായത് ഹൈഡ്രജൻ ആറ്റത്തിലെ ആദ്യത്തെ ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ സെന്ററിൽ നിന്ന് ആ ഇവിടേക്കുള്ള ഈ അറ്റത്തേക്കുള്ള ദൂരം, ഇതിനെയാണല്ലോ നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുക. ആ റേഡിയസിനെ നമ്മൾ A0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ബ്രാക്കറ്റിൽ A0. റേഡിയസ് ഓഫ് ബോർ ഓർബിറ്റ് ബ്രാക്കറ്റിൽ A0 ദാറ്റ് ഈസ് ഈക്വൽ ടു 52.9 പൈക്കോമീറ്റർ. അതൊരു അളവ് കാണാതെ പഠിക്കണം. എത്രയാണ്? 52.9 പൈക്കോമീറ്റർ ആണ്. അപ്പൊ ബോർ ഓർബിറ്റിന്റെ റേഡിയസ്, ചിലപ്പോ അതിനെ ബോർ റേഡിയസ് എന്നും വിളിക്കാട്ട. ഇനി ബോർ റേഡിയസ് എന്ന് പറഞ്ഞാൽ നെട്ടരുത്. ബോർ ഓർബിറ്റിന്റെ റേഡിയസ് അത് എത്രയാണ്? 52.9 പൈക്കോമീറ്റർ ആണ്. റേഡിയസ് ഓഫ് ബോർ ഓർബിറ്റ്. ബോർ ഓർബിറ്റ് ആരാണ്? ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആദ്യത്തെ ഓർബിറ്റിനെ വിളിച്ച പേരാണ് ബോർ ഓർബിറ്റ്. അതിന്റെ റേഡിയസ് 52.9 പൈക്കോമീറ്റർ. സ്റ്റാർ ഇട്ടിട്ട് ഒരു കാര്യം കൂടി എഴുതിയിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. റേഡിയസ് ഓഫ് എനി അതർ ഓർബിറ്റ്. ബോർ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർബിറ്റ് ആണ്. അതല്ലാത്ത ഏത് ഓർബിറ്റിന്റെയും റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. Rn is equal to 52.9 into n square by z പൈക്കോമീറ്റർ. സിമ്പിൾ ആണ്, കണ്ടു ഞെട്ടരുത്, എഴുതി വെച്ചോ. Rn is equal to, രണ്ട് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. Rn is equal to 52.9. ഇത് കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുത്തെ ആൾ തന്നെ 52.9 എന്ന് പറഞ്ഞാൽ ബോർ റേഡിയസിന്റെ ആ ബോർ റേഡിയസിന്റെ കൂടെ n സ്ക്വയർ ബൈ z. അത് മാറരുത്. നേരത്തെ എന്തായിരുന്നു? എനർജി കാൽക്കുലേറ്റ് ചെയ്തപ്പോ എന്തായിരുന്നു? z സ്ക്വയർ ബൈ n സ്ക്വയർ. ഇപ്പൊ എന്താണ്? n സ്ക്വയർ ബൈ z. മാറിപ്പോയത്, അത് മാറരുത് കേട്ടാ. നേരത്തെ z സ്ക്വയർ ബൈ n സ്ക്വയർ ആയിരുന്നു എനർജി കാൽക്കുലേറ്റ് ചെയ്തപ്പോ. ഇപ്പൊ റേഡിയസ് ആ കാൽക്കുലേറ്റ് ചെയ്യണേ n സ്ക്വയർ ബൈ z. എക്സാമ്പിൾ second orbit of Li2 plus second orbit of Li2 plus എടാ ലിഥിയം 2 പ്ലസ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആ. ഇങ്ങനെ മനസ്സിലായി? ലിഥിയത്തില് ഹൈഡ്രജൻ ഹീലിയം ലിഥിയം മൂന്നാമത്തെ ആളിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി, ബാക്കി 1 ഇലക്ട്രോണേ ഉള്ളൂ. 1 ഇലക്ട്രോൺ വന്നാൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണെന്ന് കുറെ നേരമായിട്ട് ഞാൻ നാവിട്ട് അലക്കണല്ലേ. അപ്പൊ ലിഥിയം 2 പ്ലസ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്. ആ ലിഥിയം 2 പ്ലസിന്റെ രണ്ടാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് R2 is equal to, അല്ല സാർ എങ്ങനെ R2 ആയേ? എടാ അവിടെ Rn അല്ലേ.
ഇവിടെ n-ന്റെ വാല്യൂ 2 അല്ലേ? അത് ഞാൻ ആദ്യം എഴുതി തരാം. Z എത്ര, n എത്ര? Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം അറ്റോമിക് നമ്പർ 3 അല്ലേ? ഇലക്ട്രോൺ മാറിയാലും അറ്റോമിക് നമ്പർ മാറൂല. n എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്ന എണ്ണം 2. അപ്പൊ R2 is equal to, എങ്ങനെയാണ് R2 എന്ന് മനസ്സിലായില്ലേ? n-ന്റെ വാല്യൂ 2 ആയതുകൊണ്ട് Rn എന്നുള്ളത് R2 കൊടുത്തു. എന്താണ്? 52.9 into n സ്ക്വയർ. n എത്ര? 2 ആണ് അല്ലെ? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ z. z മാത്രമല്ലേ ഉള്ളൂ, z സ്ക്വയർ ഇല്ല കേട്ടോ. z അപ്പൊ 3. അത്രയും പൈക്കോമീറ്റർ. അത്രയും പൈക്കോമീറ്റർ. pm എന്ന് പറഞ്ഞാൽ പൈക്കോമീറ്റർ. എഴുതി വെച്ചാൽ ഒരു എക്സാമ്പിൾ മാത്രം മതി. ബാക്കിയൊക്കെ നിങ്ങൾ എനർജി കണ്ടപ്പോൾ ചെയ്തതുപോലെ തന്നെ. വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി വെക്കുക. എഴുതി കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് അങ്ങോട്ട് തീർക്കാമായിരുന്നു. ഈ ഒരു ഞാൻ മനസ്സിൽ വിചാരിച്ച ടോപ്പിക്കുകൾ തീർക്കാമായിരുന്നു. അതേ എഴുതൂ. ഡ്രോബാക്സ് ഓഫ് ബോർസ് അറ്റോമിക് മോഡൽ. ഇനി നമ്മൾ ബോർസ് അറ്റോമിക് മോഡലിനെ കുറച്ച് കുറ്റം പറയും. ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, പോരായ്മകൾ. ഡ്രോബാക്സ് ഓഫ് ബോർസ് അറ്റോമിക് മോഡൽ. ബോർസ് അറ്റോമിക് മോഡലിന്റെ കുറച്ച് പോരായ്മകൾ. കുറച്ചൊന്നുമില്ല, ആകെ 2 എണ്ണം. വെറുതെ എഴുതി വെച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ. എന്ത്? ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. എടാ, ഹൈഡ്രജനെ പോലെയുള്ള വേറെ ആളുകൾക്കോ മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ? അതൊരു തരം പോരായ്മയല്ലേ? ലോകത്ത് 120 എലമെന്റ് ഉണ്ട്. അതില് ഹൈഡ്രജന് മാത്രം, അല്ലെങ്കിൽ ഹൈഡ്രജനെ പോലെയുള്ള ആളുകൾക്ക് മാത്രമേ ബോർസ് അറ്റോമിക് മോഡൽ അപ്ലിക്കബിൾ ആവുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇത് പറ്റൂല. അതിന്റെ ഒരു മോശത്തരം തന്നെയാണ്. അതൊരു പോരായ്മ തന്നെയാണ്. അപ്പൊ ഡ്രോബാക്കിൽ 1 എഴുത്. ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ഹൈഡ്രജനെ പോലെയുള്ള മറ്റ് സ്പീഷീസുകൾക്കോ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ബാക്കി എന്തോരം എലമെന്റ് ഉണ്ട്, അതിനൊന്നും ബോർസ് അറ്റോമിക് മോഡൽ വെച്ച് എക്സ്പ്ലനേഷൻ ഇല്ല. ഓൺലി അപ്ലിക്കബിൾ ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. സെക്കൻഡ് പോയിന്റ്, it couldn't explain formation of compounds it couldn't explain formation of compounds from elements. രണ്ടാമത്തത് ഒരു പോരായ്മ പറയണ്ടേന്ന് കരുതി പറഞ്ഞതുപോലെ ഉണ്ട്, അല്ലാതെ അതത്ര വലിയ സംഭവമൊന്നും അല്ല. ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് കുഡിന്റ് എക്സ്പ്ലെയിൻ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് ഫ്രം എലമെന്റ്. എലമെന്റുകളിൽ നിന്ന് കോമ്പൗണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഇയാൾ പറഞ്ഞില്ല. അതൊരു വർത്താനല്ല. അയാൾക്ക് ഇപ്പൊ എല്ലാം പറയാൻ പറ്റുമോ? ലോകത്തുള്ള എല്ലാം അയാൾക്ക് പറയാൻ പറ്റുമോ? അതൊരു പോരായ്മയായിട്ട് ആണോ വെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ അതൊരു പോരായ്മയായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. കോമ്പൗണ്ടായി മാറുക എന്ന് പറഞ്ഞാൽ മറ്റു എലമെന്റുകളൊക്കെ ആയിട്ട് കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഇപ്പൊ ഒരു ഓക്സിജൻ ഒറ്റയ്ക്ക് നിന്നാൽ എലമെന്റ് എന്ന് വിളിക്കും. അതിന്റെ കൂടെ ഒരു ഓക്സിജനും കൂടിയും ഒരു കാർബണും കൂടിയും വന്നാൽ നമ്മൾ അതിനെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വിളിക്കും. അപ്പോ എന്തായി? എലമെന്റുകൾ കൂടി ചേർന്ന് കോമ്പൗണ്ടായി. എലമെന്റുകൾ കൂടി ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ഇയാൾക്ക് പറയാൻ പറ്റിയില്ല. അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും പറയാൻ പറ്റുമോ? എല്ലാവർക്കും എല്ലാം പറയാൻ പറ്റുമോ? അതിപ്പോ ഈ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുമോ? വരുമെന്ന് വെച്ചാൽ വരും, വരൂലെന്ന് വെച്ചാൽ വരില്ല. എന്തുകൊണ്ട് വരും? NCERT പറഞ്ഞുകൊണ്ട്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് അതാണ് പഠിച്ചു വെച്ചേക്കാം. അല്ലാതെ അതിൽ ഇത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് കൂടി എക്സ്പ്ലെയിൻ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് ഫ്രം എലമെന്റ്സ്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് കണ്ടിട്ട് പഠിച്ചിട്ട് മാത്രം നാളത്തെ ക്ലാസ് കാണുക. എന്നാൽ മാത്രമേ ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. നാളെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.